നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. മത്സ്യബന്ധനത്തിനിടെ നാഗവിഗ്രഹങ്ങൾ വലയിൽ കുടുങ്ങി. മത്സ്യത്തൊഴിലാളിയായ പുതിയ കടപ്പുറം സ്വദേശി ചക്കച്ചാന്റെ പുരയ്ക്കൽ റസാഖിന് ഞായറാഴ്ച ഉണ്ണിയാൽ അഴീക്കൽ കടലിൽ നിന്നാണ് 5 കിലോയോളം ഭാരം വരുന്ന പിച്ചളയിൽ തീർത്തെന്നു കരുതുന്ന നാഗവിഗ്രഹങ്ങൾ ലഭിച്ചത്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന വിഷൻ 2031 ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സെമിനാർ ഒക്ടോബർ 12, 13 തീയതികളിൽ മലപ്പുറത്ത് നടക്കും. സെമിനാർ സംഘാടക സമിതി രൂപീകരണ യോഗം കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMSന്റെ സ്മരണകളുമായി EMSന്റെ ലോകം ദേശീയ സെമിനാർ സെപ്റ്റംബർ 23, 24 തീയതികളിൽ തിരുനാവായ പഞ്ചായത്തിലെ കാരത്തൂരിൽ നടക്കും. കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ 23 രാവിലെ 10 CPIM പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ KT ജലീൽ MLA അധ്യക്ഷനാകും. ഉണ്ണിയാലിലും ചുങ്കത്തിലും NH-A1ന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിലും ചുങ്കത്ത് സർവീസ് റോഡ് ഇല്ലാത്തതിലും പരിഹാരം കാണുന്നതിന് MLAയുടെ സാന്നിധ്യത്തിൽ യോഗം വിളിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കേരള നിയമസഭയെ അറിയിച്ചു. സ്ത്രീയുടെ ആരോഗ്യമാണ് കുടുംബത്തിന്റെ ആരോഗ്യമെന്നും അതോടൊപ്പം സമൂഹവും ആരോഗ്യമുള്ളതാവുമെന്ന് PV അബ്ദുൽ വഹാബ് MP. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളം മലപ്പുറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകൾ ശക്തമായ സമൂഹം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടായിപ്പാലം അപകടാവസ്ഥയിലായി യാത്ര ഭാഗികമായി നിരോധിച്ചിട്ട് മാസങ്ങളായെങ്കിലും യാതൊരു പരിഹാരമാർഗവും കാണാതെ KT ജലീൽ MLA ഉത്തരവാദിത്തമില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി മംഗലം പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തി. തെക്കുമുറി പ്രദേശത്തെ റോഡുകളുടെ അനാസ്ഥയ്ക്കെതിരെ തെക്കുമുറിയിൽ LDFന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ സംബന്ധിച്ചു. അധിനിവേശ ഭീകരരിൽ നിന്നും സ്വന്തം മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാൻ ജീവന്മരണ പോരാട്ടം നടത്തുന്ന ഗസയിലെ പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലത്തിങ്ങൽ B ടീം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേ വികസനം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പുതിയ കാർ പാർക്കിംഗ് സംവിധാനവും പുറത്ത് ശുചിമുറി സംവിധാനങ്ങളും നടപ്പാക്കുമെന്നും എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് പറഞ്ഞു. കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ മുനീർ മാടമ്പാട്ടിന് തിരൂർ പൗരാവലി നൽകിയ ആദരവ് ചടങ്ങിന് നന്ദി പറഞ്ഞു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലാ കൊമേഴ്സ് അസോസിയേഷൻ +1, +2 കൊമേഴ്സ് ഫുൾ A+ വിദ്യാർത്ഥികളെ ആദരിക്കലും KCF അവാർഡ് ജേതാക്കളെ ആദരിക്കലും ക്ലാസ് ജനറൽ ബോഡി മീറ്റിംഗ് AI ക്ലാസ് എന്നിവ നടന്നു. പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് മനാഫ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.